മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽസ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ മനസ്സിലാവുന്നത് റിയൽ പാർട്ട് എക്സ് ആണ്, ഇമാജിനറി പാർട്ട് വൈ ആണ്. അപ്പോൾ എന്താണ് ശരിക്കും ഫോർമുലയിൽ നമ്മൾ ചെയ്യുന്നത്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഓക്കെ, എക്സാമ്പിൾ, ഇഫ് ഇസഡ് ഈക്വൽസ് 1 പ്ലസ് റൂട്ട് 3i. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ. ഓക്കെ, റൂട്ട് 3 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ. റൂട്ടിൻ്റെ സ്ക്വയർ എന്നുള്ളത് ആ നമ്പർ തന്നെയാണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 3 റൂട്ട് 4 ഈക്വൽസ് 2. ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. ഇസഡ് ഈക്വൽസ് 1 മൈനസ് 2i. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ എന്നെടുക്കണം. വെറുതെ 2 സ്ക്വയർ എന്ന് എടുത്താൽ പോരാ. 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് 1 പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ, മൈനസ് 2 ഇൻറ്റു മൈനസ് 2 അത് 4 ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് 4 ഈക്വൽസ് റൂട്ട് 5. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ. ഇസഡ് ഈക്വൽസ് മൈനസ് 1 മൈനസ് 2i. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഇസഡ് ഈക്വൽസ് റൂട്ട് ഓഫ് മൈനസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. മൈനസ് 1ൻ്റെ സ്ക്വയർ എന്നാൽ 1 ആണ്, പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ എന്നാൽ 4 ആണ്. അതും റൂട്ട് 5 എന്നാണ് ആൻസർ. അപ്പം ഒരു കാര്യം ഓർക്കുക, മൈനസ് എയുടെ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ എന്ന് തന്നെയാണ്. നെഗറ്റീവ് കാര്യമാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഐഡിയ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ആംപ്ലിറ്റ്യൂഡിൻ്റെ മറ്റൊരു പേരാണ് ആംഗിൾ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ തീറ്റ. ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. നമുക്കറിയാം എക്സ് ആണ് റിയൽ പാർട്ട്, വൈ ആണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇടുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നാണ് ഫോർമുല. തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. എക്സാമ്പിൾ നേരത്തെ അതേ എക്സാമ്പിളാണ് 1 പ്ലസ് റൂട്ട് 3i. അപ്പോൾ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ഉള്ളത് ഇതാണ്, റൂട്ട് 3 ആണ്. എക്സ് പ്ലസ് ഐ വൈ എന്നാണല്ലോ. അപ്പോൾ വൈ റൂട്ട് 3 ആണ്, എക്സ് 1 ആണ്. അപ്പോൾ വൈ ബൈ എക്സ് ആണ് ഫോർമുല, ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 ബൈ 1 ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ഓഫ് സംതിങ് ഈക്വൽസ് റൂട്ട് 3 ആണ്. എന്തിൻ്റെ ടാൻ വാല്യൂ ആണ് റൂട്ട് 3? അത് 60 ആണ്. 60 ഡിഗ്രിയുടെ ടാൻ വാല്യൂ ആണ് റൂട്ട് 3. അപ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ടാൻ വാല്യൂ ആകാൻ പറ്റുന്ന ആംഗിൾ അത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 3. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇസഡ് ഈക്വൽസ് മൈനസ് 1 മൈനസ് ഐ. ഇവിടെ എക്സ് ഈക്വൽസ് -1 ആണ്, വൈ ഈക്വൽസ് -1 ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, അതായത് ടാൻ ഇൻവേഴ്സ് -1 ബൈ -1 ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1.
അപ്പോൾ ഏത് ആംഗിളിൻ്റെ ടാൻ വാല്യൂ ആണ് 1, അതായത് ടാൻ ഓഫ് സംതിങ് ഈക്വൽസ് 1 ആണ്. അത് 45 ഡിഗ്രിയുടെ ടാൻ വാല്യൂ ആണ് 1, ടാൻ 45 ആണ് 1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 1 എന്നാൽ 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറയുന്നത് റേഡിയനിൽ π/4 റേഡിയൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഇടാം. Z ഈക്വൽസ് √3 + i. ഇതിൽ x ഈക്വൽസ് √3 ആണ്, y ഈക്വൽസ് 1 ആണ്. 1i എന്നല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് y/x. അപ്പോൾ ടാൻ ഇൻവേഴ്സ് y/x ആണ്. അപ്പോൾ 1/√3. എന്തിൻ്റെ ടാൻ വാല്യൂ ആണ് 1/√3 വരുന്നത്? ടാൻ 30 ഡിഗ്രി ആണ് 1/√3. അപ്പോൾ ഈക്വൽസ് 30 ഡിഗ്രി അഥവാ π/6 റേഡിയൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ചില സമയത്ത് Z ഈക്വൽസ് 1 - i എന്ന് വരാം. അതായത് ഒരു നമ്പർ രണ്ടും നെഗറ്റീവായ സമയത്ത് നമുക്ക് ആൻസർ പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് പോസിറ്റീവായി. പക്ഷേ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും വന്നാൽ ഇങ്ങനെയായിരിക്കും വരിക. ടാൻ ഇൻവേഴ്സ്, ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് 1 ആണ്, y -1 ആണ്. അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. എക്സ് ഈക്വൽസ് 1, y ഈക്വൽസ് -1. അപ്പോൾ y/x എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് -1/1, അതായത് ടാൻ ഇൻവേഴ്സ് -1 എന്ന ആൻസർ വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ആണെങ്കിൽ π/4 ആണ്. ടാൻ ഇൻവേഴ്സ് -1 ആണെങ്കിൽ അത് -π/4 റേഡിയൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഇട്ട് എഴുതിയാൽ മതി. കൂടുതൽ അത് ആലോചിച്ച് ആൻസർ എഴുതണമെന്ന് നിർബന്ധമില്ല, എങ്ങനെ എഴുതിയാലും മതിയാകും. ഓക്കെ, അപ്പോൾ നെഗറ്റീവാണ് ടാൻ ഇൻവേഴ്സിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് π/4 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, Z ഈക്വൽസ് x + iy. ഇതിന് നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാം. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നാണ് പറയുക, x/y എന്നുള്ളത്. ഇതിന് ആംഗിളും മോഡുലസും, അതായത് ആംപ്ലിറ്റ്യൂഡിൻ്റെയും ആൻഡ് മോഡുലസിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് നമുക്ക് മാറ്റാം. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ മോഡുലസിന് മോഡ് Z എന്നല്ലേ പറഞ്ഞിരുന്നത്, അതിന് R എന്നുള്ള നമ്പർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് തീറ്റയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R തീറ്റ എന്നുള്ളതിനെയാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. x ഈക്വൽസ് R കോസ് തീറ്റ, y ഈക്വൽസ് R സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x + iy എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? R കോസ് തീറ്റ, എക്സിന് പകരം R കോസ് തീറ്റ എന്ന് എഴുതാം, പ്ലസ് i ഇടാം, വൈക്ക് പകരം R സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതാണ് പോളാർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അതായത് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിനെ പോളാർ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതാൻ പറ്റും. R കണ്ടുപിടിക്കാം, തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്കറിയാം. ഒരു കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ഇടുകയാണെങ്കിൽ Z ഈക്വൽസ് 1 + √3i. ഇതിൻ്റെ മോഡ് Z അഥവാ R നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? √1² + √3² എന്നാണ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ. ഇത് 1 + 3 അഥവാ √4 ഈക്വൽസ് 2. അപ്പോൾ നമുക്ക് R ഈക്വൽസ് 2 ആണ് കിട്ടിയത്. ഓക്കെ,
ഇനി തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. ഓക്കെ, അത് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ളത് √3 ആണ്. ഈ √3/1 ടാൻ ഇൻവേഴ്സ് √3. അതിന് ആൻസർ 60 ഡിഗ്രി ആണ്. എന്തിൻ്റെ ടാൻ വാല്യൂ ആണ് √3 നോക്കുമ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടും. അത് π/3 റേഡിയൻ ആണ്. അപ്പോൾ തീറ്റ ഈക്വൽസ് π/3 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ്റെ ഫോർമുല എക്സ് ഈക്വൽസ് ആർ കോസ് തീറ്റ, വൈ ഈക്വൽസ് ആർ സൈൻ തീറ്റ. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് ആർ കോസ് തീറ്റ, ആർ ഈക്വൽസ് 2 ആൻഡ് തീറ്റ ഈക്വൽസ് π/3. അപ്പോൾ 2 കോസ് π/3 പ്ലസ് ഐ 2i സൈൻ π/3. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളിലേക്ക് കിടക്കുകയാണെങ്കിൽ എക്സ് ഇസഡ് ഈക്വൽസ് 1 പ്ലസ് ഐ. ഇവിടെ എക്സ് ഈക്വൽസ് 1, വൈ ഈക്വൽസ് 1. ആർ നമുക്ക് കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം. അതിനുശേഷം പോളാർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: എക്സ് ഈക്വൽ ആർ കോസ് തീറ്റ, വൈ ഈക്വൽസ് ആർ സൈൻ തീറ്റ. ആറിൻ്റെ ഫോർമുല √1² പ്ലസ് 1², √x² പ്ലസ് y² എന്നുള്ള ഫോർമുല. അത് √2. തീറ്റ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് അഥവാ ടാൻ ഇൻവേഴ്സ് 1/1. ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽസ് π/4 റേഡിയൻ. അപ്പോൾ എക്സ് ഈക്വൽ ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ആർ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് എക്സിന് പകരം ആർ കോസ് തീറ്റ, ആർ ഈക്വൽസ് √2 കോസ് π/4 പ്ലസ് ഐ √2 സൈൻ π/4. ദിസ് ഈസ് പോളാർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇസഡ് ഈക്വൽസ് 1 പ്ലസ് 2i. ഓക്കെ, അപ്പോൾ പോളാർ റെപ്രസെൻറ്റേഷനാണ്. ആർ വേണം, തീറ്റ വേണം. ആർ കണ്ടുപിടിക്കാൻ √x² പ്ലസ് y². തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. എക്സ് ഈക്വൽ ആർ കോസ് തീറ്റ എന്നും വൈ ഈക്വൽ ആർ സൈൻ തീറ്റ എന്നുമാണ് നമുക്ക് ആവശ്യമുള്ള ഫോർമുല. അപ്പോൾ √x² പ്ലസ് y² ആണ്. എക്സ് ഈക്വൽസ് 1 ആണ്, വൈ ഈക്വൽസ് 2 ആണ്. 1² പ്ലസ് 2², 1² പ്ലസ് 2², അതായത് √1 പ്ലസ് 4 അഥവാ √5 എന്ന ആൻസർ കിട്ടും. ടാൻ ഇൻവേഴ്സ് 1y എന്നുള്ളത് 2/1, ടാൻ ഇൻവേഴ്സ് 2. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കേസിൽ ടാൻ ഇൻവേഴ്സ് 2ൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി അറിയില്ല. അപ്പോൾ തീറ്റാന്ന് തന്നെ ഇട്ടാലും മതിയാകും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽസ് ആർ നമുക്കറിയാം ആൻസർ √5 കോസ് തീറ്റ പ്ലസ് ഐ √5 സൈൻ തീറ്റ. എന്നിട്ട് താഴെ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 2 എന്ന് എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ആംഗിൾ അറിയാത്ത കേസിലാണ് ഇതുപോലെ ചെയ്യേണ്ടത്. നമുക്ക് ആംഗിൾ അറിയാവുന്ന ആംഗിൾ 1ൻ്റെ അറിയാം, √3യുടെ അറിയാം, 1/√3യുടെ അറിയാം, 0, ഇൻഫിനിറ്റി. ഇത്രയും കാര്യങ്ങളുടെ ടാൻ വാല്യൂ ആണ് നമുക്കറിയാവുന്നുള്ളൂ. ഇതല്ലാത്ത ടാൻ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എന്താണോ ആ വാല്യൂ അങ്ങനെ എഴുതിയാൽ മതിയാകും. ഓക്കെ.